ഗുരുജി നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സോണി, എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഗുരുജി, ഒരു സംശയമുണ്ട്. നമ്മൾ മന്ത്രദീക്ഷ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മന്ത്രം ജപിക്കേണ്ടത്? എത്ര ഗുരുവാണ് നമ്മൾ ജപിക്കേണ്ടത്? അത് മനസ്സിലാണോ ജപിക്കേണ്ടത്? നമ്മൾ ഒച്ചയിലാണോ ജപിക്കേണ്ടത്? അതൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ. പൊതുവെ മന്ത്രങ്ങൾ ജപിക്കേണ്ടത് മനസ്സിലാണ്. അത് പൊതുവെ എന്ന് മാത്രമേ ഉള്ളൂ. എല്ലായ്പ്പോഴും മാനസികമായിട്ടാണ്. പക്ഷേ നമുക്ക് മന്ത്രങ്ങൾ അല്പം ഒത്തിരി ചെല്ലണ്ട. നമ്മൾ മന്ത്രം ജപിച്ച് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാനോ മറ്റുള്ളവർ നമ്മുടെ മന്ത്രം കേൾക്കാനോ പാടില്ല. നമ്മൾ ജപിക്കുന്ന മന്ത്രം മറ്റുള്ളവർ കേൾക്കണം. അപ്പോൾ അവർ പല വേവ് ലെങ്തിലുള്ളവരുണ്ട്. മൂലാധാര ചക്രം പോലെ വ്യത്യസ്തമായ ബോധമണ്ഡലത്തുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ മന്ത്രങ്ങൾ ചിലപ്പോൾ അവർക്ക് ചിരിക്കാനിടയാക്കും, കളിയാക്കാനിടയാക്കും, നമ്മളിപ്പോൾ ഒട്ടാന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള സാധനയാണ്. അത് മറ്റാരെ നമ്മൾ അറിയിക്കണ്ട. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കേൾക്കാതെ നമ്മൾ ജപിക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത്, നമ്മൾ പ്രൈവറ്റ് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ മറ്റാരും കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് അല്പം ഒച്ചത്തിൽ ജപിക്കാം. അത് നമ്മുടെ ഒരു മാനസികമായ സംതൃപ്തിക്ക് വേണ്ടി. എനിക്ക് ഒച്ചത്തിൽ ജപിക്കേണ്ട, മനസ്സിൽ ജപിച്ചാൽ മതിയെങ്കിൽ മനസ്സിൽ ജപിക്കുക. മനസ്സിൽ ജപിക്കുമ്പോൾ എൻ്റെ മനസ്സ് മാറി പോകുന്നു, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അല്പം ഒച്ചത്തിൽ ജപിക്കുമ്പോൾ എനിക്ക് ശ്രദ്ധ കിട്ടുന്നെങ്കിൽ നിങ്ങൾ അല്പം ഒച്ചത്തിൽ ജപിക്കുക. നമ്മൾ ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ചില മന്ത്രങ്ങൾ, ഇപ്പോൾ സോഹം മന്ത്രം, അങ്ങനെ ധ്യാനാവസ്ഥയിൽ നമ്മൾ ജപിക്കുമ്പോൾ നിശബ്ദമായിട്ടാണ് ജപിക്കുക. ശാന്തമായി നമ്മൾ നന്നായിട്ട് ഏകാഗ്രമാക്കിയിട്ട് നിശബ്ദമായി ജപിക്കുന്നു. അത് അല്പം സൗണ്ടിൽ ജപിച്ചു എന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഓങ്കാരം തന്നെ ജപിക്കും, നിങ്ങൾപ്പോൾ ഒച്ചത്തിൽ ഓങ്കാരം ജപിക്കാം. നമശിവായ ജപിക്കുമ്പോൾ അല്പം ഒച്ചത്തിൽ ജപിക്കാം. നിങ്ങൾ ഓം നമോ നാരായണായ നിങ്ങൾക്ക് ഒച്ചത്തിൽ ജപിക്കാം. അത് തന്നെ നിങ്ങൾക്ക് നിശബ്ദമായിട്ട് ജപിക്കാം. ഓക്കെ. അപ്പം വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ്, ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം, അത് നിങ്ങൾക്ക് ഒച്ചത്തിൽ ജപിക്കാം, നിശബ്ദമായിട്ട് ജപിക്കാം. ഓക്കെ. മറ്റൊന്നുള്ളത്, എത്ര പ്രാവശ്യം ചില ആൾക്കാർ ഇങ്ങനെ എണ്ണിക്കൊണ്ട് ജപമാല എണ്ണിക്കൊണ്ട് മന്ത്രം ജപിക്കും. അപ്പോൾ നമ്മുടെ ശ്രദ്ധ എവിടെയാണ് പോവുക? നമ്മുടെ ശ്രദ്ധ കൂടുതലും എണ്ണുന്നതിലായിരിക്കും. ഞാൻ എത്ര എണ്ണിന്നാണ്, 108 എത്തിയോ, അങ്ങനെ എത്ര 108 എത്തി. അപ്പം പിന്നെ 108 നമ്മൾ കുടിക്കണം. 10 പ്രാവശ്യം 108 എത്തി, അതിന് 10 × 108 നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ മനസ്സ് കൂടുതലായിട്ടും എണ്ണുന്നതിലേക്ക് പോകും. നമുക്ക് അവിടെയല്ല, നമ്മൾ ചെയ്യേണ്ടത് എന്താ? മന്ത്രത്തിലായിരിക്കണം ശ്രദ്ധ. പൂർണ്ണമായ ശ്രദ്ധ മന്ത്രത്തിലായിരിക്കണം. എണ്ണുന്നതിനെ കുറിച്ച് നമ്മൾ ബോധർ ചെയ്യണ്ട. നമ്മൾ എത്ര പ്രാവശ്യം ചെയ്ത് ഭഗവാന്റെ പോലെ കണക്കൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എത്ര പ്രാവശ്യം മന്ത്രം ചോദിച്ചെന്ന് ആരെയും കണക്ക് ബോധിപ്പിക്കണ്ട. ഇത് നമ്മുടെ ആ ഭക്തിയും മന്ത്രശക്തിയുമാണ്, അതിൻ്റെ വൈബ്രേഷനുമാണ് വരുന്നത്. അപ്പോൾ എത്രയധികം ജപിച്ചാലും അത്രയും നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് ജപിക്കാം. എന്നാൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ചെറിയ കുട്ടികളോട് നമ്മൾ 1-ാം ക്ലാസ്സിലെയും 2-ാം ക്ലാസ്സിലെയും കുട്ടികളെ നമ്മൾ ഇരുത്തി പഠിപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ ഇത്ര പ്രാവശ്യം എണ്ണണം, നിങ്ങൾ 10 പ്രാവശ്യം ഇത് എണ്ണിയിട്ടേ കിടക്കാവൂ, അല്ല ഇത്ര പ്രാവശ്യം നിങ്ങൾ ഇത്ര പേജ് എഴുതണം എന്ന് പറയും. എന്തിനു വേണ്ടിയാണ്? അവർക്കൊരു സ്റ്റാർട്ടിങ് ഒരു ഡിസിപ്ലിൻ ആകാൻ വേണ്ടിയാണ്. അതായി കഴിഞ്ഞാൽ പിന്നെ അവർ തനിയെ ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ മുടങ്ങാതെ ഇത് 108 പ്രാവശ്യം ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളത് 1008 പ്രാവശ്യം ചെയ്യണം. അത് നമ്മളൊരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഡിസിപ്ലിൻ വരാൻ വേണ്ടി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ എണ്ണത്തിനേക്കാൾ കൂടുതൽ ശ്രദ്ധയാണ് പ്രധാനം. ശ്രദ്ധയും നിഷ്ഠയും. നിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റൽ ഡിസിപ്ലിൻ. ഈ പരമാവധി സാത്വിക ആഹാരം കഴിക്കുക. പരമാവധി എന്ന് വിചാരിച്ച് നോൺ വെജ് കഴിക്കുന്നവർ വല്ലപ്പോഴും ഒന്ന് കഴിച്ചുകൊണ്ട് അത് മന്ത്രത്തിനല്ല എതിരാകുന്നൊന്നുമില്ല. മാനസികമായ ശുദ്ധിയാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം നടക്കുവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാത്വികമായ ആഹാരം കഴിക്കുക, സാത്വികമായ ആൾക്കാരുമായിട്ട് ഇടപഴകുക, പരമാവധി സാത്വികമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഈ രീതിയിലാണ് മന്ത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്ദി ഗുരുജി. വേറൊരു സംശയമുള്ളത്, നമ്മൾ മന്ത്രം ജപിക്കണ സമയത്ത് എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ഓറേനെയും എഫക്റ്റ് ചെയ്യണത്? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മന്ത്രത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നമ്മൾ ഓരോ ശബ്ദങ്ങളും നമ്മൾ അടുക്കി വെച്ചതാണ് മന്ത്രങ്ങൾ. അപ്പോൾ ഓരോ മന്ത്രങ്ങളും നമ്മൾ ജപിക്കണ സമയത്ത് ഒച്ചയിൽ ജപിക്കുകയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് വൈബ്രേഷൻ ഉണ്ടാകും. ആ വൈബ്രേഷൻ കൊണ്ട് നമ്മുടെ ഓറയ്ക്ക് ചേഞ്ച് വരാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പവർഫുള്ളായ എനർജിയാണ് പാസ് ചെയ്യുന്നത്. വാക്കുകൾ തന്നെ എനർജിയാണ്. ഇപ്പം ഞാനൊരു വാക്ക് പറയുമ്പോൾ നിങ്ങളിലേക്ക് എനർജി പാസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകും. അപ്പോൾ മന്ത്രങ്ങളിൽ പോസിറ്റീവായ എനർജി പാസ് ചെയ്യുന്നു. അപ്പോൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ബോഡിയാണ്. നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിൽ ഒരു എനർജി ബോഡിയുണ്ട്, സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഈ ഔട്ടർ ലെയർ, അതിൻ്റെ ആ പ്രകാശ വലയത്തിനാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. ഈ ഓറ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സൂക്ഷ്മ ശരീരമല്ല, അതിൻ്റെ പുറത്തോട്ട് കാണുന്ന ആ ഒരു പ്രകാശ വലയമാണ് ഓറ.
അപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ ഈ മാഗ്നറ്റിക് എനർജി നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ. അതേസമയം തന്നെ നമ്മുടെ മനസ്സിന് ശുദ്ധീകരണം നടക്കുന്നു, നമ്മുടെ ബോധമണ്ഡലം വികാസം പ്രാപിക്കുന്നു, കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഒരേ സമയം രണ്ടും സംഭവിക്കുന്നു. ബോധമണ്ഡലത്തിൽ വികാസം സംഭവിക്കുന്നു, ഈ എനർജി ബോഡിയിൽ വൈബ്രേറ്റ്. ഈ എനർജി ബോഡിയിൽ മാത്രമല്ല, എനർജി ബോഡി ട്രിഗർ ചെയ്ത് മാഗ്നറ്റിക് എനർജി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സൂക്ഷ്മ നാഡികളിൽ കൂടി എനർജി പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും കിട്ടും. ചില സമയം, എല്ലാവർക്കും സമയത്തും കിട്ടണമെന്നില്ല, ചില സമയത്ത് ഈ വൈബ്രേഷൻ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് വരും. കാരണം ഈ മന്ത്രങ്ങൾ നമ്മുടെ ഉള്ളിലെ കിടക്കുന്ന എനർജി ഉണ്ട്, അത് കുണ്ടലിനി പവർ എന്ന് പറയുന്നത്. നമ്മളിലെ പ്രൈമോഡിയമായ എനർജിയെ, പ്രൈമോഡിയൽ എനർജിയാണ് ട്രിഗർ ചെയ്യുക. അപ്പോൾ ആ എനർജിയെ ട്രിഗർ, അത് തന്നെ മാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ മൂലാധാരത്തിൽ നിന്ന് ഈ എനർജി അവേക്കൺ ചെയ്താൽ പ്രാണശക്തി. അപ്പോൾ ഈ പ്രാണശക്തി സൂക്ഷ്മ നാടുകളിലേക്ക് വ്യാപരിക്കുകയാണ്. അത് തന്നെയാണ് ഈ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സൂതനിങ് എഫക്റ്റ് വരും, മനസ്സ് തെളിച്ചം വരും, ചിത്തത്തിന് തെളിച്ചം വരും, ശരീരം ഊർജ്ജസ്വലമാകും, മനസ്സ് ശാന്തമാകും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഫിസിക്കലായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് മാറും, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. കാരണം മനസ്സ് ശാന്തമായി, നമ്മുടെ ചിന്തകളൊക്കെ കുറഞ്ഞു, അനാവശ്യമായ ചിന്തകൾ, ടെൻഷൻ കുറഞ്ഞു കഴിയുമ്പോൾ ശാരീരികമായി നമ്മൾ ഊർജ്ജസ്വലരായിട്ട് മാറും. നന്ദി.